Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും ചുളിവുകളും എല്ലാം തന്നെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടെങ്കിലും മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന പാടുകൾ മുഖക്കുരു വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് സിറത്തിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു വൈറ്റനിങ് സിറം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 10 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് കുട്ടികൾക്കും ഉപയോഗിച്ച് തുടങ്ങാം. അത്രയും സേഫ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 10 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിറം മുഖക്കുരു ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കും. ഓൾറെഡി ഫേസിലും പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ആ ഒരു ലിക്വിഡ് ടൈപ്പിലായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഖക്കുരു ഉള്ളവർക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആയി നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മരമഞ്ഞളാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മരമഞ്ഞളിൻ്റെ തണ്ടാണ് യൂസ് ആക്കാറുള്ളത്. ഇത് ചർമ്മത്തിലേക്കും അതുപോലെ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മരമഞ്ഞൾ കേട്ടോ. ഇനിയിപ്പോൾ ഈ മരമഞ്ഞൾ നിങ്ങൾക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ട്രീ ടർമറിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മരമഞ്ഞൾ അവിടെ ലഭിക്കും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു മരമഞ്ഞളിനെ കഷായം ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഈ കാണിക്കുന്ന അളവിൽ നല്ല മുറുകി പിടിച്ചിട്ട് ഒരു പിടിയോളം നമ്മൾ ഈ ഒരു മരമഞ്ഞൾ അങ്ങ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ടൊരു 3-4 മണിക്കൂർ നേരത്തേക്ക് സമയം കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് രാത്രി തന്നെ ഇതങ്ങ് വെള്ളത്തിലങ്ങ് ഇട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു കളറൊക്കെ നല്ല വെള്ളത്തിലങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കളർ കംപ്ലീറ്റും വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കായാണ് കേട്ടോ. ഒരു 20 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് വെള്ളത്തിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ കുതിർക്കാനായിട്ട് സമയം കൊടുക്കുമ്പോൾ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിക്കും ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനോട് 20 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഏലക്ക ആള് ചില്ലറക്കാരനല്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സാധനം വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. സ്കിൻ കോംപ്ലക്ഷൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു പാടും കാര്യങ്ങളൊക്കെ മാറി നമ്മുടെ സ്കിൻ അടിപൊളിയായി വെക്കാൻ നല്ല ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ഏലക്ക. ഇനി അങ്ങ് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്ത് നമ്മൾ ഈ ഒരു വെള്ളം കഷായ പരുവത്തിലാക്കി അങ്ങ് വറ്റിച്ച് കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്ര മാത്രം മതിയാകും. ഇനി നമ്മളിതങ്ങ് മിക്സി ബൗളിനകത്തിട്ടൊന്ന് അടിച്ചു കൊടുത്ത് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ ഇട്ടിട്ടിരിക്കുന്ന ആ ഒരു മരമഞ്ഞളും ഏലക്കായും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതഞ്ഞെടുത്ത് വരണം. എന്നതിന് ശേഷം വേണം നമുക്കിതങ്ങ് അരിച്ച് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ചു മാറ്റിയാണ്. നമ്മുടെ ഏലക്കായും മരമഞ്ഞളും നന്നായിട്ട് അങ്ങ് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്തതിന് ശേഷം കാണുന്ന ഈ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് സിറത്തിന് വേണ്ടി യൂസ് ആക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ടീസ്പൂണോളം മതിയാകും കേട്ടോ. കുഞ്ഞു സ്പൂണിൽ ഒരു 2-3 ടീസ്പൂണോളം മതിയാകും. ഞാനത് സിറം കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് മുഖക്കുരു ഉള്ളവർക്കും കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല ക്രീം ടൈപ്പ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒത്തിരി ആലോവേറ ചേർത്ത് കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് ഈ രീതിക്ക് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. നമുക്കൊരു സിറം കൺസിസ്റ്റൻസിലാക്കി എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. നമ്മൾ ആലുവേറ ചേർത്ത് കൊടുക്കുന്തോറും ഈ ഒരു വെള്ളത്തിന്റെ അളവ് നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആലുവേറ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു ലിക്വിഡാണ്, നമുക്ക് ഈ ഒരു കഷായമാണ് വേണ്ടത് നമ്മുടെ ഫേസിലേക്ക്. ഓക്കെ, അപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ സിറം ടൈപ്പായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി വന്നതിന് ശേഷം ഞാനിതൊരു വേറൊരു ബോട്ടിലിനകത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലവണ്ണം അങ്ങ് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ തവണ എടുക്കുന്തോറും നമ്മൾ ഷേക്ക് ചെയ്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മുടെ കൈ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വന്നതിന് ശേഷം നമ്മുടെ ഫേസിലും കയ്യിലും കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് കഴുകളാവുന്നതാണ്. നമുക്കിത് പകലും ഉപയോഗിക്കാം, അതല്ലാതെ നമുക്ക് രാത്രി ഉപയോഗിക്കാം. 2 നേരം വെച്ച് നമുക്കിത് ഉപയോഗിച്ചെടുക്കാം, ഒരു പ്രശ്നവും. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.